അങ്ങനെ നമ്മുടെ കുട്ടിക്കാലം ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അട്ടിച്ച് പൊളിച്ച് ഒരു രക്ഷയില്ലാത്ത ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓഫ് റോഡ് ട്രിപ്പ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സെൽഫായിട്ട് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ, അതിൽ ആ ഒരു ഇതിലായിരുന്നു നമ്മൾ കുട്ടിക്കാലം ട്രിപ്പ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ആക്ച്വലി അവിടുത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരാളുണ്ട്, ഇവൻ നമ്മുടെ അനിയന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവനെ ട്രിപ്പ് കൊണ്ടുപോകണം, ഹോട്ടലിൽ കൊണ്ടുപോകണം. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് പോയി അടിച്ചു പൊളിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുക്കും. അപ്പൊ ഇവന് അസൂയ കഴിച്ചു, ഇവൻ എനിക്ക് പൊറുതി തരില്ല കേട്ടാ. ഇന്ന് നമ്മൾ എങ്ങനെ പോണി പറയും? എന്ത് എക്സിബിഷൻ? തൃശ്ശൂർ എക്സിബിഷൻ, കേരളത്തിലത്തെ ഏറ്റവും വലിയ എക്സിബിഷൻ കാണാൻ പോവാണ്. അവിടെ റൈഡുകൾ ഉണ്ട്, ജൈന്റ് വീൽ ഉണ്ട്, പിന്നെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തൃശ്ശൂർ ഏകദേശം 40-50 ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലത്തെ ഏറ്റവും വലിയ എക്സിബിഷൻ കാണാൻ വേണ്ടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു കേട്ടാ. എൻട്രി ഫീസ് ആകെ 20-30 രൂപ. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ മുതലാക്കും. എന്നിട്ട് നീ ഫോണിൽ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചോക്കണേ. ഇവൻ ഫോണില് എവിടെയാ ഫോണിൽ എന്തോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വാങ്ങാനുള്ളതെന്ന് പറഞ്ഞിട്ട് കേട്ടാ. മുടിപ്പിക്കന്നെ നോക്കാം. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2024. അത്യാവശ്യത്തിന് ക്രൗഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ശ്വാസം മുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കേട്ടോ. ശ്വാസം മുട്ടിയിട്ട് അത്രയ്ക്ക് തിരക്കായിട്ട്. ഞാനിപ്പോൾ എന്തായാലും പോയിട്ട് 3-4 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ അനിയൻ അവിടെ പാർക്കിങ്ങിൽ സാധനം കൊടുത്തിട്ട് റോളിൽ വരുന്നുണ്ട്. എന്തായി പാർക്കിംഗ് കൊടുത്തു? 20 രൂപ കൊടുത്താ? 20 രൂപ കയ്യിൽ നിന്ന് കൊടുത്തു, റോൾ ചെയ്തു. വാ. ടിക്കറ്റ് എടുത്തിട്ട് അനിയൻ വരുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് കിട്ടിയാ? എത്ര രൂപയാ? ഒരാൾക്ക് എത്രയാ? 35 രൂപ. ഒരാൾക്ക് 35 രൂപ കേട്ടോ. ഇതാണ് ടിക്കറ്റ് വരുന്നത്. 2 എൻട്രി ഉണ്ട്. ഇതാണ് സംഭവം വരുന്നത്. കൊള്ളാം. പേഴ്സ് നീ കാര്യം വെച്ചാൽ പോവോ? എനിക്ക് പേഴ്സ് ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സാധനം അടിപൊളിയുണ്ട് കേട്ടോ. നല്ലൊരു ആകർഷണം. എല്ലാ കൊല്ലം ഈ ഒരു സംഭവം വരാറ്. ടിക്കറ്റ് കൊടുക്കും. അങ്ങനെ നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതെന്താ പൂരം എക്സിബിഷൻ സംഭവങ്ങൾ. ആക്ച്വലി ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങണത്. ഇവിടെ നിന്ന് ഒരു സാധനം സർക്കിൾ അടിക്കുന്നത്. നിങ്ങൾക്ക് തൃശ്ശൂർ എങ്ങനെയാണെന്ന് അറിയില്ല. തൃശ്ശൂർ റൗണ്ട് ആക്ച്വലി ഒരു സർക്കിളാണ്, ഒരു റൗണ്ടാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കറങ്ങണം പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും. നീ കഴിഞ്ഞ വട്ടം വന്നാലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഒക്കെ എല്ലാവട്ടും സെയിം ആണ്, പക്ഷെ ഇതൊരു ആചാരം പോലെ എല്ലാ തൃശ്ശൂർക്കാരും വന്ന് റിപ്പോർട്ട് ചെയ്യണ സ്ഥലമാണിത്. അപ്പോൾ ഇതിൽ കൂടെ അങ്ങോട്ട് എൻട്രി ആണ്. ഇവിടെ ആക്ച്വലി എന്തോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഔട്ടാണ് കേട്ടോ. ഇതാണ് ഇതിൽ കൂടെയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ അങ്ങോട്ട് കയറിയിട്ട് ഓരോന്ന് നോക്കി നോക്കാം. പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ബെഡ്ഷീറ്റ് അങ്ങനത്തെ സജഷനുകളാണ് ഇത്. നമുക്ക് ടോയ്സിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ പയ്യെ ഇങ്ങനെ നടന്നു പോകും ഗൈസ്. ഇത് രക്ഷയില്ല. പണ്ട് നമ്മൾ അർബൻ ഫ്രീ റൈഡിൻ്റെ ഒരു സീരീസ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊളിച്ച് കഴിഞ്ഞിട്ട് ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ഒരു സാധനം കണ്ടു കേട്ടോ. ഇത് കൊട്ടണത് ഇത് നോക്കിയേ, നല്ല രസമുണ്ട്. എത്ര രൂപ? 200. ഇത് വുഡൻ്റെ ഇതാണ്. വുഡിൻ്റെ നോക്കിട്ടോ. വുഡൻ സാധനം അടിപൊളിയായിട്ടുണ്ട്. നല്ല സൗണ്ട് വരുന്നുണ്ടല്ലേ. 200 രൂപയ്ക്ക് വുഡൻ്റെ ഒരു ഇത്. 200ൻ്റെ ഏതാ? വേറെയാണല്ലേ. ഇതെന്തൊരു സംഭവം? വിസിലുകളാണല്ലേ. ഓ, മരത്തിൻ്റെ സാധനങ്ങൾ. ഇത് ടോയ്സിൻ്റെ സെക്ഷനാണെന്ന് കേട്ടോ. ടോയ്സ് ഫുള്ള് ഐറ്റംസ് കാര്യങ്ങളാണ് ഇതിൻ്റെ മേലെ. എടാ ഈ സാധനം നിനക്ക് ഓർമ്മയുണ്ടോ? ഈ സാധനം ഇത് ഓർമ്മയുണ്ടോ? നീ കളിച്ചിട്ടുണ്ട് ഈ സാധനം? അതിനെന്ത് ചെറിയ വീഡിയോ ഗെയിമാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കിയത്. ഇതിൽ ഇങ്ങനത്തെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. 4+ years. ഇതിൻ്റെ നൊസ്റ്റാൾജിയ സംഭവമായിട്ട് ഇതിൻ്റെ വേറെ ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. വേറൊരു സംഭവം കിട്ടും ഇതിൻ്റെ. ഇപ്പോൾ വേറെ പുതിയത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സംഭവം കിട്ടും. ഇത് അടിപൊളി ഗൈസ്. ഈ സാധനം കേട്ടോ. ഈ ഗെയിം വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അടിപൊളിയാണ്. ടോയ്സ് സെക്ഷൻസ് എത്തി ഇവിടെ. അതൊരെണ്ണം വാങ്ങണമെന്നുണ്ട്. ചോദിച്ചു എത്ര രൂപ ചോദിക്കേ ആ വീഡിയോ ഗെയിമിന്? നിൻ്റെ മുന്നിൽ നിൽക്കണ ചേട്ടനത്. അത് എന്തായാലും 10-80 രൂപ. ഇതിൻ്റെ മേലെ കുറേ ഇതുകളുണ്ട്. ഇത് നമ്മൾ മുന്നേ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. യോയോ ചേട്ടാ. ഈ ഗെയിമിന് എത്രയാ ഇത്? 220 വരുന്നുണ്ട്. 150. അതേതാ ചെറുത്? ഏതാ അതിൻ്റെ ഒപ്പം ഉള്ളത്? ഇതല്ലേ. ഇത് 150. ഇത് 150. അതിൻ്റെ ചെറുതാണ് കേട്ടോ. കൊള്ളാം. ചെറുത് കഴിച്ചു. ഇത് ചെറുത്, ഇത് വലുത്. 250 ഇത് വരുന്നുണ്ട് ഈ സാധനം ഗൈസ്. ഏതെടുത്താലും 30 രൂപ കേട്ടോ.
ഈ മിഠായി ഇത് എന്ത് മിഠായി എനിക്കറിയില്ല, ഓർമ്മയില്ല. പുളിമിഠായാണോ? പുളിമിഠായാണോ ഇത്? പുളിമിഠായാണോണ്ട് അറിയില്ല. പുളിമിഠായാണോണ്ട് ഫുള്ള് പുളിമിഠായി ഫുള്ള് ഏതെടുത്താലും ഇത് രൂപ. ഇതിലേതെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെക്കാൻ വേണ്ടി കേസ് ഫുള്ള് പഴയ കാലത്തെ മിഠായികൾ. ഇതിൽ ഇത് ഈ സാധനമൊക്കെ കഴിച്ചിട്ടുണ്ടോ നീ? അതൊക്കെ കഴിക്കാൻ വഴിയുണ്ട്, ചാൻസ് ഉണ്ട്. ഇത് എന്തൊരു സംഭവം? 90s കിഡ് സ്പെഷ്യൽ. എടാ ഇത് എന്തൊരു സാധനം? എള്ള് അല്ല, ഇതൊരു ഷീറ്റ് പോലെടാ, ഒരു ഷീറ്റ് പോലത്തെ സംഭവം കേട്ടോ. ഇതെനിക്ക് ഓർമ്മയില്ല. അവര് മാർക്കറ്റിംഗ് 90s കിഡ്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 90s കിഡ്സ് സ്പെഷ്യൽ. ജെല്ലിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് സാധനങ്ങൾ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം ഞാൻ കാട്ടി തരട്ടെ. അതെ, ഈ വഴി കൂടെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് അവിടെ ആൾക്കാർ നടക്കണ്ട. അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പോൾ നേരെ പോയിട്ട് യൂ ടേൺ എടുക്കും. ഇതൊക്കെ കുറേ ഉണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും വലുതെന്ന് പറയാൻ കാരണം കേട്ടോ. കുറേ ഇതുകളുണ്ട്, സ്റ്റാളുകളുണ്ട് കേട്ടോ. എണ്ണിത്തീരാത്ത സ്റ്റാളുകൾ ഫുള്ളുണ്ട് കണ്ട. അതിൽ കൂടെ പോയിട്ട് പിന്നെ ഇത് ഇപ്പുറത്തീ കൂടെ വരും കേട്ടോ. അവിടെ എന്തോ പഴയകാല മിഠായികൾ വീണ്ടും ഉണ്ട്. ഒക്കെ റിപ്പീറ്റേഷൻ ആണെന്നുണ്ട് കുറച്ചൊക്കെ. ഈ സംഭവം അടിപൊളിയുണ്ട്. ജയ് ശ്രീ ശ്യാം എന്നോ എന്തോ പറഞ്ഞിട്ട് എന്താ പറയുക ഇതിനെ പേര്? ചീരകമിട്ട എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കേട്ടോ. ഇത് നീ കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ കുറെ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നീ കഴിച്ചിട്ടുണ്ടത്? കുറച്ച് ടേസ്റ്റ് നോക്കാൻ തന്നെ 50 രൂപ ഇത് കൊടുത്ത് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞപ്പോ 50 രൂപ കൊടുക്ക്. ഏതായാലും നല്ലത് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നെ. കുറച്ച് മതി അതിന്റെ പകുതി എടുത്തോ, കുറച്ച് കഴിച്ചു നോക്കിയത്. ജീരക മിഠായിയാണ്, പക്ഷെ അടിപൊളി സാധനമാണ്. കഴിച്ചു നോക്കിയേ. ഇല്ലേ വേറൊരു ഇതില്ലേ? അടിപൊളി സാധനമാട്ടോ. സാധനം ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാ. ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ജീരക മിഠായും പ്ലസ് വേറെ എന്തോ സാധനമായിട്ട്. കാശുണ്ടായില്ലേ? 50 രൂപ കൊടുക്കും. ഇവിടെ ഫുള്ള് അച്ചാറുകളാണ് കേട്ടോ. പഞ്ചാബി മാംഗോ പിക്കിൾ ഫുള്ള് അച്ചാറുകളാണ്. വെറൈറ്റി അച്ചാർ ഏതാ ഏട്ടാ? വെറൈറ്റി അച്ചാർ ഇതിലെ അത് ഞാൻ ചോദിച്ച ചോദ്യം തെറ്റിപ്പോയി. കൊറേ സാധനം ഇടാം, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് മിളകാണത്? മൊണ എവിടത്തെ? ബനാറസി മുളക് കിട്ടോ എന്റെ മോനെ. ഫുള്ള് അച്ചാറുകൾ. ഇതൊക്കെയാണ് അച്ചാറുകളുടെ ഇത് വരുന്നത് കേട്ടോ. ഓ, ഇവിടെ നിൽക്കുമ്പോ അടിച്ചു കയറുന്നല്ലേ? മണം അടിച്ചു കയറുന്നുണ്ട്. പിന്നെ ഫുള്ള് നമ്മുടെ നോർമൽ സോപ്പ്, ചീപ്പ്, ലേഡീസിന് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ്. ഈ തോക്ക് കണ്ട, മാച്ച് ഗൺ എന്ന് പറഞ്ഞിട്ടാ. കൊള്ളാല്ലേ? മാച്ച് ഗൺ എന്ന് പറഞ്ഞിട്ട് തീപ്പെട്ടി വെച്ചിട്ട്, റിങ്ങിന്റെ ക്യാപ്പ് വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ തീപ്പെട്ടി വെച്ച് പൊട്ടിക്കണത് കണ്ടിട്ടില്ല. അത് എങ്ങനെയാ ബ്രോ കാട്ടി തരും ഒരെണ്ണം? അതെ, ആള് കാട്ടി തരുന്നുണ്ട് കേട്ടാ. തീപ്പെട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് അതാണ് ഇത് വരണതല്ലേ? ഓ, ഉള്ളിലേക്ക് നല്ലോണം കയറ്റി വെച്ച് ഇനി കൊള്ളാം ഗൈസ്. പുകയൊക്കെ വരും കേട്ടോ. എത്ര രൂപ ഒരെണ്ണം? 130 അല്ലേ? തീപ്പെട്ടി കൊണ്ടുള്ള തോക്ക് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ്. നീ കണ്ടിട്ടത് തീപ്പെട്ടി കൊണ്ടുള്ളത്? വാങ്ങണ? അമ്മാമ്മ കൊല്ലും തീപ്പെട്ടി എടുത്ത് കഴിഞ്ഞ്. വാങ്ങണ? ഏതാ? സൈക്കിളിന്റെ റിവ്യൂ ചെയ്യണത് അതന്നെ കണ്ടിട്ടുണ്ടോ? അനിയൻ, അതെ, സബ്സ്ക്രൈബർ. താങ്ക് യു. എന്താ പേര്? അദിനാൻ. ജോയൽ. അതന്നെ 130 രൂപ കേട്ടാ. വാങ്ങണ? ഡിസ്കൗണ്ട് തരാണെങ്കിൽ വാങ്ങാം. അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. സാധനം നമ്മൾ വാങ്ങിയിട്ടാ. കൊള്ളാം. 120 രൂപയ്ക്ക് തന്നു ഗൈസ്. ലോഡാക്ക. തീപ്പെട്ടി കിട്ടില്ല, തീപ്പെട്ടി കിട്ടി നിൽക്കണട്ടാ. സംഭവം കൊള്ളാം. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സാധനം അടിക്കുക കേട്ടാ. നൈസ്. ഇവിടെ ഗുണാക്കേവ് ഉണ്ട് കേട്ടോ. ഗുണാക്കേവ് എത്ര? 80 രൂപ കേട്ടോ. 80 രൂപയ്ക്ക് ഗുണാക്കേവ് ഫുള്ള് ഇവിടെ സെറ്റാണ്. ഞാൻ അത്ര നല്ല റിവ്യൂ കേട്ടിട്ടില്ല കേട്ടോ ഇതിന്റെ ഗുണാക്കേവിന്റെ. ഞാൻ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പാറാടിയും എല്ലാം ഉണ്ട്. ഗുണാക്കേവ് കാണണ? ഇവിടെ സിനിമയില് കാണാട്ടാ. നമുക്ക് റൈഡ് വല്ലതും പോണം. ഇവൻ കാശ് എങ്ങനെ ഊറ്റാം എന്നുള്ളതാണ് ആലോചിച്ച് നടക്കണത് കേട്ടാ.
കാശ് പോണ വഴി അറിയില്ല. ഇപ്പൊ നമ്മള് മറ്റേ ഇത് വാങ്ങി, തോക്കൊരെണ്ണം വാങ്ങി പിന്നെ മിഠായി വാങ്ങി പട്ടപ്പെട്ടാന്ന് പോവാ. ഒരു രക്ഷയില്ല. ഇനിയിപ്പോ നമ്മള് ഒരു റൈഡില് കയറാം. പിന്നെ എന്ത് എറിഞ്ഞ് കളിക്കാൻ റൈഡിൽ വല്ലതും കയറാം. ഏതായാലും ഒരു റൈഡിൽ കയറാൻ കഴിയില്ലേ? അത് ശരി. നമസ്കാരമുണ്ട്. ആന്റിക് ഷോപ്പിന്റെ ഇത് കഴിച്ച് നമ്മള് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോട്ടെ, ആന്റിക് ഷോപ്പിന്റെ ഈ സാധനം നമ്മള് സൈക്കിളിന്റെ നെല്ലിക്കുന്നാണല്ലേ വീട്? നെല്ലിക്കുന്ന് വീട്. ഫുള്ള് ആന്റിക് ഷോപ്പിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി. ഇത് കൊടുക്കാം. സെയിൽസ് ആയിട്ടാണല്ലേ? സെയിലായിട്ടാ. അത് കൊള്ളാം. ഇതിന് എത്ര രൂപ? 10 രൂപയുടെ കോയിനൊക്കെ 150 രൂപ. പഴയ കാലത്തെ കോയിൻസ് അല്ലേ? അത് 100 നോട്ടെ എടുക്കാൻ പറ്റില്ല അല്ലേ? അങ്ങോട്ട് വരാം. നോക്കിയേ, സാധനം ഫുള്ള് പഴയ. ഇത് അണയാണോ? ഓട്ടക്കാലണ കണ്ടുണ്ടത്? ഓട്ടക്കാലണ കോയിൻസ്. ഇതൊക്കെ വിലക്കാണ് കേട്ടാ. പഴയ ഇതൊക്കെ പഴയതായില്ലപ്പോ. 250 രൂപയ്ക്ക് പണ്ടത്തെ 1000ന്റെ നോട്ട് 250 രൂപയ്ക്ക് കുറേ ഉണ്ട് കേട്ടോ പഴയ സാധനങ്ങൾ. സൈക്കിളുകളൊന്നും കൊണ്ടുവന്നില്ല. ഏതാ? പഴയ 100ന്റെ നോട്ട് കേട്ടാ. പഴയ 100ന്റെ നോട്ട് സാധനങ്ങള്. പിന്നെ അതേ സൈക്കിളുകള്, ഫോൾഡിങ് സൈക്കിളുകള്, പിന്നെ കുറെ സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്നിട്ടാ എന്റെ മോനെ കമ്മീഷണർ ഷാജി കൈലാസ് ദൈവം ഇത് കണ്ടിട്ടത്? CD അടിപൊളി. പഴയ പടങ്ങൾ കേട്ടാ. പഴയ പടങ്ങളുടെ സ്റ്റൈല്. പഴയ CD, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. പഴയ CD കളക്ഷൻസും മുന്നറിയിപ്പ് എല്ലാത്തിനും CD. ഇതൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യാവോ? CD ഒക്കെ ഇടാൻ നിങ്ങളുടെ വല്ലവരും വീട്ടിലുണ്ടെങ്കിൽ പറയട്ടാ. CD ഡ്രൈവ് കമ്പ്യൂട്ടറിലിടാം. അല്ല, എന്നാലും CD ഡ്രൈവ് പണ്ടത്തെ ഈ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സാധനം CD ഡ്രൈവ് ഇങ്ങനത്തെ ഒരു സാധനം ഓർമ്മയോണില്ല. ഇത് മറ്റേ പാട്ട് കേൾക്കണത് കൊള്ളാം കേസ്. ആൾക്കും ഇവിടെ ഒരു സ്റ്റോറുണ്ട്. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാം. ബൈ. കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ ഇത് എന്നിട്ട് പ്രജാപിത വായിച്ചത് അത് എന്നിട്ട് വായിക്കുക. കുറച്ചുകൂടി പഠിക്കേണ്ടത് അങ്ങനത്തെ സംഭവം കേട്ടാ. പിന്നെ ഫുള്ള് ആ തോക്ക് സാധനങ്ങൾ ഐറ്റംസ് വീണ്ടും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ട, ഇത് ഇങ്ങനത്തെ ഒരൊറ്റൊരു വലിയൊരു കട. അതുപോലെ തന്നെ ചെറിയ സ്റ്റാളുകൾ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഏകദേശം 1.5 ലക്ഷം രൂപയാണ് കേട്ടോ ഒരു സ്റ്റാളിൻ്റെ വില വരണത്. 1.5 ലക്ഷം രൂപ ഒരു സ്റ്റാൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ പാനിപ്പൂരിയുടെ ഒക്കെ 1 കോടി രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു കടയിൽ നമ്മളൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞതാ 1 കോടി രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കാട്ട് ഇരട്ടി കച്ചവടം കിട്ടും. എന്നാലും 1 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ എന്തുട്ടാ തൃശ്ശൂർ പൂരം. അതുകൊണ്ടാണ് കുറച്ച് കേരളത്തിലത്തെ ഏറ്റവും വലിയ ആൾക്കാരും കാര്യങ്ങളൊക്കെയുള്ള പൂരം എന്ന് പറയാൻ, എക്സിബിഷൻ എന്ന് പറയാൻ തന്നെ കാരണം കേട്ടോ. ഇവിടുത്തെ ജയന്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജയന്റ് വീല് കയറിയാലോ? സംഭവം അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി. കറങ്ങി അത് നമ്മൾ കറക്കണ്ട, തന്നെ കറങ്ങിയോളും. മോട്ടറിൽ തന്നെ കറങ്ങിയോളും. ഏതാ വില ചോദിക്കാം? നോക്കിയാ ഇവിടെ ജയന്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വില ചോദിച്ചിട്ട് കയറാം. വില ചോദിച്ചിട്ട് എത്ര രൂപ വില വരണതെന്ന് ചോദിച്ചിട്ട് ജയന്റ് വീലോ അല്ലെങ്കിൽ സിംഗിങ് ആയാലോ ആടണത് വേണ്ട? നിനക്ക് പേടിയുണ്ടോ? അവന് പേടിയുണ്ടോ? പേടിയുണ്ടോ ജോഹിൻ? സത്യം പറ. ഏതില്? അതെന്തൊരു 5 വയസ്സുള്ള പിള്ളേരുകളുടെ? അതൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇതില് കയറല്ലെങ്കിൽ ചെറിയ പേടിയുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു പേടിയുള്ള പോലെ തോന്നുന്നുണ്ട്. ഈ സ്വിങ് ഇതില്ലേ, ഊഞ്ഞാല് പോലത്തെ സാധനം, ഇത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ അറ്റത്തേല് നോക്കി നോക്കണം. ഏതെങ്കിലും വില ചോദിച്ചു നോക്കാം. ഗൈസ്, ഈ സാധനം നോക്കിയേ. ഇത് നോക്കിയേ, തലയും കുത്തി മറയുണ്ട് കേട്ടോ. തല വെച്ച് കഴിഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഫുള്ള് സർക്കിൾ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. സാധനം ഫുള്ള് സർക്കിൾ അടിച്ച് വരുന്നുണ്ട്. എന്റെ മോനെ സീനില്ലേ? കാണുമ്പോ തല കറങ്ങണ്. അതിന്റെ ഉള്ളില് കുറച്ച് ആൾക്കാരുള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്റെ പൊന്നെ സീൻ. ഞാൻ അവിടെ നിക്കണ്ടടാ. അവിടെ നിന്നൂനത്
ഇതിനെക്കാട്ടും ഭേദം ഡ്രീം വേൾഡ് അല്ലെങ്കിൽ വണ്ടർലേ പോണതുകൊണ്ട് ഇതിന് 150 രൂപ സിംഗിൾ കയറാൻ. മറ്റേത് ഡ്രീം വേൾഡിലൊക്കെ എൻട്രി ഫീസ് എത്ര 700 രൂപ 750 രൂപയാണ് ഒരു ദിവസം. 750 ആണെന്നാണ് എൻ്റെ വിശ്വാസം. കൂടി പോയി 1000 രൂപ. എല്ലാ റൈഡിലും കയറിയാലും 100 രൂപ വെച്ച് 10 റൈഡ് അല്ലല്ലോ അവിടെ ഉണ്ടാവുക. ഇത് 150 രൂപ ഒറ്റൊരു റൈഡിൽ കയറാൻ. വെറുതെ അല്ല ഗൈസ്, 1 കോടിയും 1.5 കോടിയൊക്കെ വാങ്ങണത് കേട്ടോ. സീൻ ഞാൻ കയറപ്പം ഞെട്ടിപ്പോയിട്ടോ ഈ ഒരു സ്റ്റാളിനൊക്കെ. അല്ലെങ്കിൽ പിന്നെ ആ അറ്റത്തേക്ക് നോക്കാം, കുറെ സംഭവങ്ങളുണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ. എന്താ എനിക്കറിയാം, ഇങ്ങോട്ട് വാ, നീ ഇതിലൊക്കെ കയറാന്ന് പറയുമ്പോൾ പറയൂട്ടോ. പിന്നെ അവിടെ മറ്റേ ബ്രേക്ക് ഡാൻസിന്റെ സംഭവം ഉണ്ട്. ബ്രേക്ക് ഡാൻസ് എത്രയാണെന്ന് ചോദിച്ചാടാ? എല്ലാം 150 രൂപ 150 രൂപ ആ റേഞ്ചിലാണ് കേട്ടോ. ഇതിന്റെ ഒരു അപകടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ന്യൂസിലുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. അതിന്റെ എയർ പൊട്ടിയിട്ട് എയർ ബലൂണിന്റെ എയറിന്റെ ഈ സാധനം പോയി എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിന്റെ ഈ ഒരു സംഭവം ഇടുന്നുണ്ട്. എയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഞാൻ വാർത്തയിൽ കേട്ടിരുന്നു. ഇത് ചോദിച്ചോക്കട്ടെ നീ എത്രയാന്ന്? ഞങ്ങൾ ഓരോന്നിനും വില ചോദിക്കുകയാണ് കേസ്. നമ്മൾ ബഡ്ജറ്റ് ആയിട്ടുള്ള ട്രിപ്പുകളും ആഘോഷങ്ങളും നടത്തുള്ള കേസ്. ബഡ്ജറ്റ് ഓൺലി 100 രൂപ കയറണോ? ശരി, നിനക്കെത്ര ഒന്നും കയറതോ? പേടിയാണതോ? തല കറങ്ങുന്ന ചുമ്മാ വട്ടം കറങ്ങുള്ളൂ. വാ, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ 2 പേരാണ് എക്സിബിഷൻ വന്നത്. അപ്പൊ നമ്മൾ 2 പേരും ഒരുമിച്ച് കയറണം. എന്റെ റിയാക്ഷൻ എടുക്കണ്ട, നമുക്ക് 2 ആൾക്കും ഒരുമിച്ച് റിയാക്ഷൻ എടുത്താൽ പോരെ. വാ, ഇതിൽ കയറാം. വാടാ, വാ, ഇത് സ്ലോയിലേ പോവുള്ളൂ. ഇല്ലടാ, തല കറങ്ങില്ല. തല കറങ്ങാണെങ്കിൽ ഇവിടെ ഞാൻ കാറ് വിളിച്ച് റൂമിൽ കൊണ്ടുപോകാൻ തന്നെ. ഇപ്പളേ തല കാര്യമായിട്ട് വാടാ, വായോ. ഇത് ചുമ്മാ ഒരു കറങ്ങണ ഒരു ഇതാടാ, അത്രേ ഉള്ളു, വേറൊന്നുമില്ല. നീ വായോ, ഒരുമിച്ച് കയറാം. വാ, കാര്യമായിട്ട് ഒരുമിച്ച് കയറാം. ഗൈസ്, ഇതാണ് സംഭവം വരുന്നത് കേട്ടാ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 100 രൂപ ടിക്കറ്റ് നഷ്ടമാണ്. 100 രൂപയുടെ ഒന്നുമില്ല, എന്നാലും ഒന്ന് കയറി നോക്കാം ഗൈസ്. ഇവനെ എത്ര വട്ടം പറഞ്ഞ, നിനക്ക് എത്ര പേടി? കയറാൻ വലിയ ആഗ്രഹമില്ല. ഹായ്, പേരെന്താ? ബിയോൺ. നിനക്ക് പേടിയുണ്ടോ? എടാ, പേടിക്കേണ്ട ആവശ്യമില്ല, വെറുതെ അവിടെ ഇരുന്നാ മതി. ഇതേ ആ അമ്മയും മോനൊക്കെ ഇരിക്കണ നോക്കിയേ. ആ അമ്മയും മോനെ കണ്ട വലുതാണ്. നിനക്ക് 10-18 വയസ്സായില്ലേ? നോക്കിയാട്ടെ, നമ്മളൊറ്റയ്ക്കുള്ളതുകൊണ്ട് കേട്ടോ. വേറെ ആരും ഇതിലില്ല, വേറെ ആരും കേറിയിട്ടില്ല. കേറ് ടീക്ക് ഇവിടെ നോക്കിയേ. ഗൈസ്, നമ്മൾ കേറുകയാണ് ഗൈസ്. നമ്മൾ കേറിയിട്ടുണ്ട് കേട്ടോ. എന്താ എനിക്കൊരു പേടി? ലോക്ക് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ലോക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇത് ഇനി ഇവിടെ പിടിച്ചിരുന്നാ മതി. പിടിച്ചിരിക്കുക ഗൈസ്. തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സാധനം തുടങ്ങിയിട്ടുണ്ട്. പേടി ഉണ്ടെങ്കിലേ ഒച്ച ഉണ്ടാക്കാം. പേടി സൈഡിക്ക് വലിയുമ്പോ എന്താ പോലെ കേട്ടാ. ഒരു സൈഡിലേക്ക് വലിയുമ്പോ എന്തോ പോലെ അല്ലേ? അതിന്റെ നട്ട് ലൂസ് ആവുന്നുണ്ട് കേട്ടോ. കൊള്ളാം കഴിച്ചു. കൊള്ളാമോ? തലയിട്ടുണ്ടോ? എനിക്കും ചുട്ടിട്ട്. കൊള്ളാം കഴിച്ചു. സൈഡിലേക്ക് വലിയുമ്പോഴ പ്രശ്നം. വലിയുമ്പോഴ പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് തല ഇതുപോലെ തോന്നുള്ളൂ. പക്ഷെ സൈഡിലേക്ക് വലിയുമ്പോ സീന.
അയ്യോ കഴിഞ്ഞു കൈസ്, അങ്ങനെ ഫൈനലി കഴിഞ്ഞ് ഇത്ര നേരം പേടിച്ചു വെറുതെ കുഴപ്പമില്ലല്ലോ. തലയിട്ടുണ്ടോ? ഇല്ല കൈസ്, സാധനം കുഴപ്പമില്ല കേട്ടോ. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ വലിയ ഇഷ്യൂ ഇല്ല. കുഴപ്പമില്ലല്ലോ. തലയിട്ടുണ്ടോ? ആ ഇത്രേ ഉള്ളോ? കണ്ട സിമ്പിൾ പരിപാടി അല്ലായിരുന്നേ? സിമ്പിൾ പരിപാടി അല്ലായിരുന്നേ? ചെറിയൊരു ആട്ടം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അത് ഇതിന്റെ ആട്ടം, ചെറിയൊരു ആട്ടം ഉണ്ട് കേസ്. അതേ കൂടെ കേസ് സാധനം കൊള്ളാട്ടാ. തലയിട്ടുണ്ടോ നിനക്ക്? ഒരാട്ടം പോലെ എനിക്ക് ചെറിയൊരു ആട്ടം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോ അതിന്റെ ഉള്ളില് ആ സർക്കിൾ ചെയ്യണോടാന്ന് അറിയില്ല. കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? വെറുതാണോ? 100 രൂപയ്ക്ക്? കുഴപ്പമില്ല. നമ്മള് അങ്ങനെ തുടങ്ങിയോടത്ത് തന്നെ തിരിച്ചെത്തിട്ടാ വേറൊരു ഇതിലേക്ക് എത്തി. ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് വീണ്ടും കറങ്ങാനുണ്ട്. അപ്പോൾ ഇവിടെ ഫൗണ്ടൈനും ഒരു ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ അതീകൂടെയാണ് അങ്ങോട്ട് നടന്നു പോയത്. ഫുള്ളല്ലേ അതീകൂടെ അങ്ങോട്ട് ഫുള്ള് കറങ്ങി പോയിട്ട് നടന്നു വന്നിട്ടാ. ഇവിടെ ഈ പറഞ്ഞോണം കൊയർ ബോർഡ്, മറ്റേ ഇതിലുകൊണ്ടുള്ള സാധനങ്ങളും, അതുപോലെ തന്നെ അവിടെ ഫുള്ള് അങ്ങനത്തെ നോർമൽ ഇതുകളാണ്. ഹെൽത്തിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും, അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അങ്ങോട്ടേക്ക് ഇനി ഇങ്ങോട്ട് തിരിയണം. നമ്മൾ അതിൽ കൂടെയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ 1-2 സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണാണ്ട് അതിന് ശേഷം ഏകദേശം ഇതാവൂട്ടാ, കഴിയാറായി. നമ്മളിപ്പോ ISROന്റെ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഈ സംഭവം എനിക്ക് മനസ്സിലായോ? സ്പേസിൽ നിന്ന് റീ എൻട്രി ചെയ്യുന്ന എന്തോ ഒരു സംഭവം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റെല്ലാർ ആ പടത്തിന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത്ര ഹ്യൂജാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു വലിപ്പം ഈ സാധനത്തിന്റെ ഉള്ളില്. ആ പാരച്യൂട്ട് വിട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു വെർഷൻ ഒറിജിനൽ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. സാധനം ക്രൂ മോഡൽ ഓഫ് ഡിക്ലറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ISRO ഇതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ, ക്രൂ മോഡൽ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം, TPS സിസ്റ്റം, അതിൻ്റെ ലെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയണത് കേട്ടോ. അതിൻ്റെ ലെയറിങ് എന്തൊക്കെയാണ്, എപ്പെക്സ് കവർ, MDA, TPS എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാവണില്ല എന്താ സംഭവം. ഇത് ഇത്ര ഹ്യൂജ് സംഭവം ഗൈസ്, എൻ്റെ പൊന്ന് ഹ്യൂജ് സാധനം ഗൈസ്. ഒടുക്കത്തെ ദാഹട്ടെ. അപ്പോൾ നമ്മൾ നീര കുടിച്ചു നോക്കിയേ എങ്ങനെയുണ്ട്. നീര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ തെങ്ങിൻ പൂങ്കലയിൽ നിന്നുള്ള ഔഷധ പാനീയം. ഇതാ ഫാറ്റ്, കൊളസ്ട്രോള് എല്ലാം കുറയ്ക്കും. മധുരണ്ടാ? അതാ ഇതുപോലെ തെങ്ങിൻ കൊലയുടെ ഒരു ഇതാ. എന്താ തോന്നണേ? മറ്റേ പൊങ്ങിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നീര ഇത് കുടിക്കാന്ന് വിചാരിച്ചുള്ള ഗ്ലാസ്. അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു, എൻ്റെ ദൈവമേ, ഇന്നത്തെ ചെറിയ ഒരു വ്ളോഗ് കാര്യങ്ങൾ പരിപാടികൾ. ആക്ച്വലി രാത്രി ആവും തോറും ഭയങ്കര തിരക്കാവുണ്ടല്ലേ? നല്ല തിരക്കായി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൂരം ഈ എക്സിബിഷൻ്റെ ഭാഗത്തേക്ക് ഫുള്ള് തിരക്കായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം 4:30 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. 4:30 തുടങ്ങിയതാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. 1.5-2 മണിക്കൂറുണ്ട് എന്തായാലും ഇല്ലേ? 1.5-2 മണിക്കൂർ ഉണ്ട്. സമയം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധനം എന്താ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അടിപൊളിയല്ലേ? ഇനി എന്താ അടുത്തത് വേണ്ട? വിശക്കുന്നുണ്ടോ? എന്തായാലും പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. എന്തേ ആ തോക്ക് വാങ്ങിയിട്ടുണ്ട്. തീപ്പെട്ടി അമ്മ കൊല്ലൂട്ടോ. തീപ്പെട്ടി ഒരു പാക്കറ്റ് ഉണ്ടാ? ആ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഒരു പാക്കറ്റ് തീപ്പെട്ടി തന്നിട്ടുണ്ട്. ഒരു പെട്ടി എന്തായാലും കൊടുക്കണം. ഓ ശരിയല്ലേ? ഓ ശരിയാ. സോ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ്. കിടെല്ലാം വ്ളോഗുകൾ വരുന്നുണ്ട്. അടുത്ത ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം അനൗൺസ് ചെയ്യണം പറയണത്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. സ്പെഷ്യൽ സാധനങ്ങൾ വരുന്നുണ്ട്. ബൈ.